പ്രിയപ്പെട്ടവരെ നമസ്കാരം. വീണ്ടും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സംഭവബഹുലമായ ദിവസങ്ങളാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇവരുടെ സ്വത്തുക്കൾ അറ്റാച്ച് ചെയ്ത നടപടി ടെക്നിക്കൽ എറർ ചൂണ്ടിക്കാണിച്ചിട്ട് ഹൈക്കോടതി റദ്ദാക്കിയതിനെ തുടർന്ന് ബഡ്സ് അതോറിറ്റി വീണ്ടും ഇതേ നടപടികൾ സമയബന്ധിതമായിട്ട് പൂർത്തിയാക്കാൻ വേണ്ടിയിട്ട് മുന്നോട്ട് പോവുകയാണ്. അതിനിടയ്ക്ക് ഇവരുടെ നിക്ഷേപകർ, ഹൈറിച്ചിൽ പൈസ നിക്ഷേപിച്ച നിക്ഷേപകർ ഒരുപാട് പരാതിയുമായിട്ട് വരുന്നുണ്ട്. കണ്ണൂർ ഉൾപ്പെടെയുള്ള 28-30 ലക്ഷം പോയവരൊക്കെ പരാതി കൊടുത്തിട്ട് അത് FIR ആക്കിയിട്ടുണ്ട്. അവരുടെ ശ്രമം ലാബിലിറ്റി ലിസ്റ്റിൽ എങ്ങനെയെങ്കിലും കയറിപ്പറ്റുക എന്നതാണ്. അതിനിടയ്ക്ക് ഒരു യൂട്യൂബ് ചാനൽ വളരെ മധുരകരമായൊക്കെ സംസാരിക്കുന്ന ഒരാൾ വന്നിട്ട് ഇത് ബഡ്സ് ആക്ടിനെ കുറിച്ചൊക്കെ വിശദീകരിച്ചിട്ട് അവസാനം ഇത് ഈ ഹൈറിച്ച് കമ്പനി ബഡ്സ് ആക്ടിൽ പെടില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ അപ്പോൾ അതിനടിയിൽ ഇവരുടെ ജയ് വിളികളൊക്കെ കാണാനുണ്ട്. ഈ വളരെ സാധാരണക്കാരായ ആളുകളാണ്. ഇയാളുടെ സംസാരം കേട്ടിട്ടൊന്നും മനസ്സിലാകുന്നില്ലേ കൂടിയിട്ട് ഇയാൾ ഇങ്ങനെയൊക്കെ കുറച്ച് ഇംഗ്ലീഷ് ടേംസൊക്കെ പറയുന്നത് ശരിയായിരിക്കുമെന്നൊക്കെ കരുതിയിട്ട് ജയ് വിളിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവരിങ്ങനെയുള്ള എനിക്ക് തോന്നുന്നത് ഇയാൾ മനഃപൂർവ്വം അയാളുടെ വ്യൂസ് കൂട്ടാൻ വേണ്ടിയിട്ട് തെറ്റിദ്ധരിപ്പിക്കുകയാണ് എന്നാണ്. ഇങ്ങനെയുള്ള ഈ ആക്റ്റൊക്കെ വായിച്ച് മനസ്സിലാകുന്ന ഒരാൾക്ക് ഈ കമ്പനി നടത്തിയത് തട്ടിപ്പാണ് എന്ന് വളരെ പെട്ടെന്ന് മനസ്സിലാക്കേണ്ടതാണ്. അദ്ദേഹം ഒരുപക്ഷെ ഇവരെ സന്തോഷിപ്പിച്ച് കുറച്ച് വ്യൂസ് കൂട്ടുക, ചാനൽ മോണിറ്റൈസേഷൻ ആക്കുക എന്ന ലക്ഷ്യത്തോട് കൂടിയിട്ട് ഒരുപക്ഷെ അങ്ങനെ പറയുന്നതായിരിക്കും. അപ്പോൾ ഞാനിന്ന് ഇതിൽ പറയാൻ പോകുന്നത് ഹൈറിച്ച് കമ്പനിക്ക് നിക്ഷേപം സ്വീകരിക്കാൻ പറ്റുമോ എന്നാണ്. ഇവർ ബഡ്സ് ആക്ടിൻ്റെ പരിധിയിൽ വരുമോ എന്നുള്ളതാണ്. അപ്പോൾ ഈ കാര്യം നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഹൈറിച്ചിൻ്റെ മാത്രമല്ല ഇങ്ങനെയുള്ള കമ്പനികൾ നിങ്ങളുടെ അടുത്ത് വന്നിട്ട് നിക്ഷേപം ചോദിക്കുമ്പോൾ അതിൽ പൈസ നിക്ഷേപിക്കാൻ പറ്റുമോ എന്നുകൂടെ നിങ്ങൾക്ക് സ്വയം വിവേചിച്ച് അറിയാൻ സാധിക്കും. ഒന്നാമതായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ഹൈറിച്ച് കമ്പനി എന്നത് ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയാണ്. ROC വിവിധ തരത്തിലെ കമ്പനികളുണ്ട്. ഈ ഒരു കമ്പനി പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയാണ് ഹൈറിച്ച് കമ്പനി. ROC അവർ അങ്ങനെയാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ആദ്യം 3 പേര് ഡയറക്ടർമാരായിട്ടുണ്ടായിരുന്നു. പിന്നീട് ഒരാൾ പോയിട്ട് 2 പേര് മാത്രമാണ്. അത് ആദ്യം ഉണ്ടായിരുന്ന സ്ത്രീയുടെ പേര് റീത്ത എന്നായിരുന്നു. പിന്നീട് ഈ ശ്രീന പ്രതാപനും മാത്രം 2 ഡയറക്ടേഴ്സ് മാത്രമുള്ള ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയാണ്. അപ്പോൾ ഈ ഹൈറിച്ചിന് നിക്ഷേപം സ്വീകരിക്കാമെങ്കിൽ ഇന്ത്യയിലുള്ള എല്ലാ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനികൾക്കും നിക്ഷേപം സ്വീകരിക്കാം. അപ്പോൾ അങ്ങനെ പറ്റില്ല. ആദ്യം തന്നെ മനസ്സിലാക്കേണ്ട ഒരു ബേസിക് കാര്യമാണത്. നമ്മളെപ്പോലെയുള്ള സാധാരണക്കാർ നമുക്കിപ്പോൾ ഈ കമ്പനീസ് ആക്റ്റോ അല്ലെങ്കിൽ PCMC ആക്റ്റോ PMLA ആക്റ്റോ ബഡ്സ് ആക്റ്റോ ഒന്നും പഠിച്ചിരിക്കേണ്ട ഒരു കാര്യമില്ല. ബേസിക് കാര്യം ഇത് മനസ്സിലാക്കിയാൽ മതി. ഈ ഒരു യൂട്യൂബ് ചാനലിൻ്റെ വ്യക്തി വന്നിട്ട് സമൂഹത്തിൽ ഇങ്ങനെ സ്പ്രെഡ് ചെയ്യുന്നുണ്ട് ആർക്ക് വേണമെങ്കിലും നിക്ഷേപം സ്വീകരിക്കാമെന്നൊക്കെ. അങ്ങനെ ഇയാളുടെയൊക്കെ വാക്ക്, ഇയാൾ എത്ര വലിയ സാമൂഹിക ദ്രോഹമാണ് ചെയ്യുന്നത്, എത്ര വലിയ നുണയാണ് പ്രചരിപ്പിക്കുന്നത്. ഈ ഒരു കമ്പനിയെ വെളുപ്പിച്ചെടുക്കാൻ കൂടിയിട്ടാണെങ്കിൽ ഇത് കേൾക്കുന്ന സാധാരണക്കാർ ഇങ്ങനെയുള്ള പ്രതാപന്മാർ ഇനിയും ഇതേപോലെ ഒരു ROCയിൽ ഒരു പ്രൈവറ്റ് കമ്പനി രജിസ്റ്റർ ചെയ്തിട്ട് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി രജിസ്റ്റർ ചെയ്തിട്ട് നിക്ഷേപം ചോദിച്ചു വന്നാൽ കൊടുക്കില്ല. ആദ്യത്തെ കാര്യം, ബേസിക് കാര്യം, ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിക്ക് ഇന്ത്യയിലെന്നല്ല ഒരു രാജ്യത്തും അത് അനുവദിക്കില്ല, ഡെപ്പോസിറ്റ് സ്വീകരിക്കാൻ കഴിയില്ല എന്നതാണ്. സ്ട്രിക്ട്ലി പ്രൊഹിബിറ്റഡ് ആണ്. നിങ്ങൾക്ക് എവിടെ വേണം ചെക്ക് ചെയ്ത് നോക്കാം. വെറുതെ ഗൂഗിളിലൊന്ന് ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിക്ക് ഇന്ത്യയിൽ നിക്ഷേപം സ്വീകരിക്കാൻ കഴിയുമോ എന്ന് നിങ്ങൾ വെറുതെ ഒന്ന് അടിച്ചു നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് വെബ്സൈറ്റുകളിൽ നിന്നുള്ള ഉത്തരം വരും. 2013 കമ്പനീസ് ആക്ട് പ്രകാരം ആർക്കൊക്കെ നിക്ഷേപം സ്വീകരിക്കാമെന്ന് കൃത്യമായിട്ട് ഡെഫിനിഷൻ ഉണ്ട്, ഡിഫൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൽ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനികൾ സ്ട്രിക്ട്ലി പ്രൊഹിബിറ്റഡ് ആണ്. ഇന്ത്യയിൽ ഒരിക്കലും തന്നെ ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിക്ക് നിക്ഷേപം സ്വീകരിക്കാൻ കഴിയില്ല. ഇതൊരു ബേസിക് കാര്യമാണ്. നിങ്ങളുടെ അടുത്ത് ഈ പ്രതാപന്മാർ ആര് ഇതേപോലെ തട്ടിപ്പ് കമ്പനി ഉണ്ടാക്കിയിട്ട് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി രജിസ്റ്റർ ചെയ്ത് വന്നിട്ട് നിക്ഷേപം വേണമെന്ന് നിങ്ങളോട് ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ അതിനവർ എന്ത് പേരിട്ടാലും, അത് ഞാൻ രണ്ടാമത് അതിലേക്ക് വരാം, എന്ത് പേരിട്ട് കഴിഞ്ഞാലും അത് ഇന്ത്യയിൽ നിയമവിരുദ്ധമാണ്, ഒരിക്കൽ പൂട്ടിപ്പോകും. ഒരുപക്ഷെ നമ്മുടെ നിയമ സംവിധാനങ്ങളുടെ അപര്യാപ്തത കൊണ്ട് കുറച്ചു കാലം മുൻപോട്ട് പോയേക്കാം. അതിലാണ് ഈ പാവപ്പെട്ടവരൊക്കെ കുടുങ്ങിപ്പോകുന്നത്, പൂട്ടിപ്പോകും. ഇത് ബേസിക് കാര്യമാണ്. ഒരാൾക്കും തന്നെ നിശ്ചിത തുക നിങ്ങൾക്ക് ആഴ്ചയിലോ മാസത്തിലോ തിരിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് പൈസ സ്വീകരിക്കാനോ പൈസയോട് സമയമുള്ള മറ്റെന്തും സ്വീകരിക്കാനോ ഉള്ള അവകാശമില്ല. അത് അൺറെഗുലേറ്റഡ് ഡെപ്പോസിറ്റാണ്. ഇത് ബേസിക് കാര്യമാണ്. ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിക്കും ഇങ്ങനെയുള്ള ഡെപ്പോസിറ്റ് സ്വീകരിക്കാൻ കഴിയില്ല. ഹൈറിച്ച് ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയാണ്. അതുകൊണ്ട് തന്നെ ഇവർ ഡെപ്പോസിറ്റ് സ്വീകരിച്ചിട്ടുള്ളത് അൺറെഗുലേറ്റഡ് ആണ്, നിയന്ത്രണങ്ങളില്ലാത്ത ഡെപ്പോസിറ്റാണ്. ഇനി എന്താണ് ഡെപ്പോസിറ്റ് എന്നൊരു സംശയം ഉണ്ടായിരുന്നു. ഇവരുടെ ഹൈറിച്ചുകാരുടെ പ്രധാനപ്പെട്ട വാദം ഞങ്ങൾ സ്വീകരിക്കുന്നത് ഡെപ്പോസിറ്റ് അല്ല, ഞങ്ങൾ സ്വീകരിക്കുന്നത് അഡ്വാൻസ് ആണ് എന്നാണ്. അതിൻ്റെ മറുപടി ഇയാളിപ്പോൾ ഈ വിദ്വാന് ഈ നുണ പറഞ്ഞു വരുത്തുന്ന ഈ വിദ്വാന് ബഡ്സ് ആക്ടിനെ കുറിച്ചൊക്കെ പഠിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് ആദ്യത്തെ കുറച്ച് അവിടെ നിന്നുള്ള ചാപ്റ്ററുകളും കുറച്ച് ക്ലോസുകളൊക്കെ പറയുന്നുണ്ട്. ബഡ്സ് ആക്ടിൻ്റെ ആദ്യത്തെ ചാപ്റ്ററിൽ തന്നെ എന്താണ് ഡെപ്പോസിറ്റ് എന്ന് ഡിഫൈൻ ചെയ്യുന്നുണ്ട്. വാട്ട് ഈസ് ഡെപ്പോസിറ്റ്? ആൻ എമൗണ്ട് ഓഫ് മണി റിസീവ്ഡ് ബൈ വേ ഓഫ് ആൻ അഡ്വാൻസ് ഓർ ലോൺ ഓർ ഇൻ എനി അതർ ഫോം. അതായത് ഒരു എമൗണ്ട് ഓഫ് മണി, അതിൻ്റെ അഡ്വാൻസ് എന്നോ ലോണെന്നോ എന്ത് പേരിട്ട് വിളിച്ചു കഴിഞ്ഞാലും ആരെങ്കിലും അത് മേടിക്കുകയാണ്, ഒരു വാഗ്ദാനം കൊടുത്തിട്ട്. എന്ത് വാഗ്ദാനമാണ്? നിശ്ചിത സമയത്തിനുള്ളിൽ നിങ്ങൾക്ക് റിട്ടേൺസ് തരാം എന്ന് വാഗ്ദാനം ചെയ്തിട്ട് കുറച്ച് പൈസ കളക്ട് ചെയ്യുകയാണ്. അതിനവർ എന്ത് പേരിട്ട് വിളിച്ചാലും, അതിന് അഡ്വാൻസ് എന്നോ എന്ത് പേരിട്ട് വിളിച്ചു കഴിഞ്ഞാലും തിരിച്ചു കൊടുക്കുന്ന പൈസക്ക് എന്ത് പേരിട്ടോ, ഇൻട്രസ്റ്റ് എന്നോ ബോണസ് എന്നോ പ്രോഫിറ്റ് എന്നോ എന്ത് പേരിട്ട് വിളിച്ചാലും അത് ഡെപ്പോസിറ്റായി തന്നെ പരിഗണിക്കുമെന്ന് ബഡ്സ് ആക്ടിൻ്റെ ആദ്യത്തെ ചാപ്റ്ററിൽ തന്നെ ഉണ്ട്. ആദ്യത്തെ ചാപ്റ്ററിൽ
തന്നെ ഡെപ്പോസിറ്റ് എന്താണെന്ന് ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവർ ഇതിൽ തന്നെ എഴുതിയിട്ടുണ്ട്, ബഡ്സ് ആക്റ്റിൽ തന്നെ എഴുതിയിട്ടുണ്ട്, നിങ്ങൾ മേടിക്കുന്ന പൈസ അഡ്വാൻസ് എന്ന് പേരിട്ടാൽ പോലും നിശ്ചിത തുക തിരിച്ചു തരാം എന്ന് പറഞ്ഞിട്ടാണ് നിങ്ങൾ മേടിക്കുന്നതെങ്കിൽ ആ പൈസ ഡെപ്പോസിറ്റിൻ്റെ ഡെഫിനിഷനിൽ വരുമെന്ന് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഈ ഒരു ഹൈറിച്ച് കമ്പനി പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി ആയതുകൊണ്ട് തന്നെ അങ്ങനെ ഇന്ത്യയിൽ ആർക്കൊക്കെ ഡെപ്പോസിറ്റ് സ്വീകരിക്കാമെന്നൊക്കെ റിസർവ് ബാങ്ക് കൃത്യമായി ഡിഫൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ആകെ 4 സ്ഥാപനങ്ങൾക്കേ ഉള്ളൂ. നിങ്ങൾക്ക് അതൊക്കെ കൂടുതലായിട്ട് പഠിക്കാവുന്നതാണ്. ബാങ്കിങ്, നോൺ ബാങ്കിങ്, ഫിനാൻഷ്യൽ സ്ഥാപനങ്ങൾ, അങ്ങനെ വളരെ കുറച്ച് സ്ഥാപനങ്ങൾക്ക് മാത്രമേ ഡെപ്പോസിറ്റ് സ്വീകരിക്കാൻ കഴിയുള്ളൂ. ഇവരൊരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി ആയതുകൊണ്ട് തന്നെ ഇന്ത്യയിൽ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനികൾ പൊതുജനങ്ങളുടെ കയ്യിൽ നിന്ന് ഡെപ്പോസിറ്റ് സ്വീകരിക്കുന്നത് കർശനമായി നിരോധിച്ചിട്ടുള്ളത് കൊണ്ട് തന്നെ ഇത് അൺറെഗുലേറ്റഡ് ഡെപ്പോസിറ്റാണ്, നിയമവിരുദ്ധമായിട്ട് നിക്ഷേപം സ്വീകരിക്കലാണ്. അതുകൊണ്ട് തന്നെ ഇവർ ബഡ്സ് ആക്റ്റിൽ പെടുമെന്ന ആദ്യത്തെ ചാപ്റ്റർ, അടിയിലുള്ളതൊക്കെ എങ്ങനെയാണ് കോമ്പറ്റന്റ് അതോറിറ്റി വർക്ക് ചെയ്യുന്നത്, എന്തൊക്കെയാണ് റെഗുലേറ്റഡ് ഡെപ്പോസിറ്റ് എന്നൊക്കെയാണ്, അത്രയൊന്നും പോകേണ്ട ആവശ്യമില്ല. ബഡ്സ് ആക്ട് ഈ ആദ്യത്തെ ചാപ്റ്ററിൽ തന്നെ എന്താണ് ഡെപ്പോസിറ്റ് എന്നുണ്ട്. ഇവർ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയാണല്ലോ, അതിന് മാറ്റമൊന്നുമില്ലല്ലോ. പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിക്ക് ഡെപ്പോസിറ്റ് സ്വീകരിക്കാൻ ഇന്ത്യയിൽ കഴിയില്ല കമ്പനീസ് ആക്ട് പ്രകാരം. അങ്ങനെ ഇരിക്കെ ഇവർ അഡ്വാൻസ് എന്ന പേരിൽ തിരിച്ച് പൈസ തരാമെന്ന് പറഞ്ഞിട്ട് വാങ്ങിക്കുന്നത് ഡെപ്പോസിറ്റായി തന്നെ പരിഗണിക്കും. അതിന് ഫസ്റ്റ് പാരഗ്രാഫ് വായിച്ചാൽ തന്നെ ഇതൊരു നിയമവിരുദ്ധമായ കമ്പനിയാണെന്ന് നമുക്ക് തെളിയും. ഇനി ഇവരുടെ അഡ്വൈസറി ബോർഡ് മെമ്പർ, ഇവരുടെ നാഷണൽ പ്രൊമോട്ടർ ആയിട്ടുള്ള ജിനിൽ ജോസഫിന്റെ ചെറിയൊരു പ്രസംഗശകലം ഞാൻ കേൾപ്പിക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഇത് ഉറപ്പാകും ഇത് നിയമവിരുദ്ധമായിട്ടാണ് ഇവർ ഡെപ്പോസിറ്റ് സ്വീകരിച്ചിരുന്നത് എന്ന്. 10,000 rupees മുടക്കി ഇപ്പോൾ നമുക്ക് ഒരു ഡിജിറ്റൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാം. നമ്മൾ എത്ര ഡിജിറ്റൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നോ അത്രയും പ്രോഫിറ്റ് എല്ലാ ഞായറാഴ്ച നമുക്ക് കിട്ടും. ഒരു 100 അക്കൗണ്ട്, ഒരു 10 ലക്ഷം രൂപ മുടക്കി ഒരു 100 ഡിജിറ്റൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്താൽ അടുത്ത ഞായറാഴ്ച ജിനീഷ് സാറിന്റെ പ്രോഫിറ്റ് എന്ന് പറയുന്നത് മിനിമം 9,500 രൂപയായിരിക്കും. അങ്ങനെയാണെങ്കിൽ ഒരു മാസത്തെ താങ്കളുടെ പ്രോഫിറ്റ് 38,000 രൂപയായിരിക്കും. ഇതേ പൈസ SBI ബാങ്കിൽ കൊണ്ടുപോയിട്ടാൽ മാക്സിമം താങ്കൾക്ക് 5,500 രൂപ. അവിടെയാണ് ഹൈറിച്ച് 38,000 10,000 രൂപ മുടക്കി ഒരു അക്കൗണ്ട് എടുത്താൽ അടുത്ത ശരാശരി 40 മാസം കമ്പനിയുടെ പ്രോഫിറ്റ് കിട്ടിക്കൊണ്ടേയിരിക്കും. കേട്ടല്ലോ, വേറെ എവിടെയും പോകണ്ട. ഈ 2 കാര്യം മാത്രം മതി. ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി ഇങ്ങനെ പ്രചരണം നടത്തിയിട്ട് മാസം ആഴ്ചയിലൊക്കെ പൈസ തരാമെന്ന് പ്രചരണം നടത്തിയിട്ട് ആളുകളുടെ കയ്യിൽ നിന്ന് അതിന് എന്ത് പേരിട്ട് വിളിച്ചാലും, അഡ്വാൻസ് എന്നോ ലോണെന്നോ കോഴിക്കോടൻ ഹൽവ എന്നോ എന്ത് പേരിട്ട് വിളിച്ചാലും നിശ്ചിത തുക ആഴ്ചക്കോ മാസക്കോ തരാം, നിങ്ങൾക്ക് തിരിച്ചു തരാമെന്ന് പേരിട്ട് വിളിച്ചിട്ട് ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി, അത് റിസർവ് ബാങ്ക് അനുമതി കൊടുക്കാത്ത കമ്പനിയാണ്, അങ്ങനെ പൈസ സ്വീകരിച്ചാൽ അത് ബഡ്സ് ആക്ടിൻ്റെ ലംഘനമാണ്, വയലേഷനാണ്. പെടും, അത്രയേ ഉള്ളൂ. അല്ലാതെ മറ്റേ നമ്മുടെ ഈ വിദ്വാന് ബഡ്സ് ആക്ട് വിദഗ്ധൻ പറയുന്നത് പോലെ ഒരുപാട് കാടടച്ചൊന്നും അന്വേഷിക്കേണ്ട ആവശ്യമില്ല. ഇങ്ങനെയുള്ള ആളുകളൊക്കെ എത്ര വലിയ സാമൂഹിക ദ്രോഹമാണ് ചെയ്യുന്നത്. ഇയാളൊരു സാമൂഹിക ദ്രോഹിയാണ്. ഈ ഹൈറിച്ചിൻ്റെ കേസിൽ മാത്രമല്ല, ഇയാളുടെ ഈ പ്രസംഗം കേൾക്കുന്ന, ഇയാളുടെ ഈ ഒരു കവലപ്രസംഗം കേൾക്കുന്ന ആളുകൾ ഇതേപോലെ പ്രതാപന്മാർ ജയിലിൽ നിന്ന് ഇറങ്ങിയിട്ട് വല്ല പ്രൈവറ്റ് കമ്പനി, ലിമിറ്റഡ് കമ്പനിക്ക് രജിസ്റ്റർ ചെയ്തിട്ട് ആളുകളുടെ അടുത്ത് എത്തിയിട്ട് ഞങ്ങൾ മേടിക്കുന്നത് അതാണ് ഇതാണ്, എനിക്ക് പൈസ തരും എന്നൊക്കെ പറഞ്ഞ് ആളുകൾ കൊണ്ടുപോയി കൊടുക്കും. ഇയാളുടെയൊക്കെ ഈ പ്രസംഗം കേട്ട് കഴിഞ്ഞാൽ ഇയാളൊരു സാമൂഹിക ദ്രോഹിയാണെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഇങ്ങനെയുള്ള നുണകൾ ഹൈറിച്ച് പ്രൈവറ്റ് ലിമിറ്റഡ് പോലെയുള്ള കമ്പനി ആളുകളുടെ കയ്യിൽ നിന്ന് അനധികൃത നിക്ഷേപം സ്വീകരിച്ചതിനൊക്കെ വെളുപ്പിച്ച് ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഇയാൾ സാമൂഹിക ദ്രോഹി തന്നെയാണ്. ഇനി വേറൊരു തമാശയുള്ളത്, കണ്ണൂർ നമ്മുടെ ജിനിൽ ജോസഫ് സാറിൻ്റെ ഒരു ശിഷ്യൻ ഒരാളെ ക്യാൻവസ് ചെയ്യാൻ വേണ്ടി പോയി ഹൈറിച്ചിലേക്ക് പൈസ നിക്ഷേപിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇയാളൊരു അത്യാവശ്യം അറിവുള്ള ഒരാളായിരുന്നു. അപ്പോൾ ലാഭത്തിൽ നിന്ന് എടുത്തിട്ട് ഞങ്ങളിങ്ങനെ പൂളിംഗം കൊടുക്കുകയാണ് എന്നൊക്കെ പറഞ്ഞപ്പോൾ ഇയാൾ ഈ ക്യാൻവസ് ചെയ്യാൻ പോയ ആൾ നിങ്ങളുടെ ഓഡിറ്റഡ് ബാലൻസ് ഷീറ്റ് ഒന്ന് കാണിക്കൂ എന്ന് പറഞ്ഞു. അപ്പോൾ അത് എനിക്കറിയില്ല, ഞാൻ സാറിനോട് ചോദിക്കണമെന്ന് പറഞ്ഞു, ജിനിൽ ജോസഫ് സാറിനോട്. അപ്പോൾ ജിനിൽ ജോസഫ് സാർ കാറിൽ നിന്ന് ഇറങ്ങാൻ പോലും സമയമില്ലാത്തത്ര തിരക്കുള്ള വ്യക്തിയാണ് എന്നൊക്കെ പറഞ്ഞിട്ടും അദ്ദേഹം ഒരിക്കൽ ഇദ്ദേഹത്തെ കാണാൻ പോയി. ജിനിൽ ജോസഫ് സാർ ഒരു ക്ലാസ്സിന് വരുമ്പോൾ അവിടെ പോയിട്ട് ഇദ്ദേഹത്തോട് ജിനിൽ ജോസഫ് സാറിനോട് നിങ്ങൾ ഈ ലാഭത്തിൽ നിന്ന് എടുത്ത് ഈ പൂളിംഗ് കൊടുക്കുന്നു എന്നാണ് അവകാശപ്പെടുന്നത്. അപ്പോൾ ഈ നിങ്ങളുടെ ഓഡിറ്റഡ് ബാലൻസ് ഷീറ്റ്, ROC രജിസ്റ്റർ ചെയ്ത കമ്പനിയാണല്ലോ, ഓഡിറ്റഡ് ബാലൻസ് ഷീറ്റ് ഒന്ന് കാണണമെന്ന് പറഞ്ഞു. ജിനിൽ ജോസഫ് സാർ കുടുങ്ങി. ജിനിൽ ജോസഫ് സാർ അത് കമ്പനിയുടെ സീക്രട്ട് രേഖയാണ്, അതൊന്നും നിങ്ങളെ കാണിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് തലയൂരി. പക്ഷേ അറിവുള്ളവർക്കറിയാം ROCയിൽ രജിസ്റ്റർ ചെയ്ത ഒരു കമ്പനിയുടെ ഒന്നും സീക്രട്ട് രേഖയല്ല, എല്ലാം ROCയിൽ സമർപ്പിക്കണം. കമ്പനിയുടെ ഓഡിറ്റഡ് ബാലൻസ് ഷീറ്റ്, കമ്പനി ഡയറക്ടേഴ്സിൻ്റെ ബോർഡ് മീറ്റിംഗ് ഉൾപ്പെടെയുള്ളവരുടെ വിവരങ്ങളൊക്കെ ROCയിൽ സമർപ്പിക്കണം. ആർക്കും ഫീസ് അടച്ചിട്ട് അവിടെ നിന്ന് എടുക്കാവുന്നതാണ്. അപ്പോൾ ഇദ്ദേഹവും അവിടെ ഫീസ് അടച്ചിട്ട് ഇതിൻ്റെ രേഖകളെല്ലാം അവിടെ നിന്ന് എടുത്തു. അപ്പോൾ നമ്മുടെ കയ്യിലും ഇപ്പോൾ രേഖകളൊക്കെ ഉണ്ട്. അതിൽ ഇവർ 2020-21 ലാസ്റ്റ് സബ്മിറ്റ് ചെയ്തത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ബാക്കി ഒരു ഓഡിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ കൂടിയിട്ട് അവിടെ സമർപ്പിച്ചിട്ടില്ല. വേറൊരു വിരോധാഭാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് ഇവിടെ നിന്നും ഇത് ഓഡിറ്റ് ചെയ്യാൻ ആരെയും കിട്ടാതെ ബാംഗ്ലൂർ പോയിട്ടാണ് ഇത് ഓഡിറ്റ് ചെയ്തിട്ടുള്ളത്. കാരണം കമ്പനിയുടെ
വിറ്റുവരവ് വളരെ ചെറുതാണ്, പക്ഷേ ഒരുപാട് പൈസ കമ്പനിയിലേക്ക് വരികയാണ്, അതേപോലെ തിരിച്ചു പോവുകയാണ്. അപ്പോൾ ഇതെവിടെയെങ്കിലും കൊള്ളിക്കണ്ടേ? അക്കൗണ്ടബിൾ അല്ലേ? അപ്പോൾ ഇതിലെ കള്ളത്തരങ്ങൾ പെട്ടെന്ന് മനസ്സിലാക്കുന്നത് കൊണ്ട് ഇവിടെ ക്രെഡിബിലിറ്റി ഉള്ള ആരും ഇതിന് തയ്യാറാക്കാത്തത് കൊണ്ട് ബാംഗ്ലൂരുമായിട്ടാണ് ഇത് ഓഡിറ്റ് ചെയ്യിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെ വിശദമായ പരിശോധനയ്ക്ക് വിധേയമാകേണ്ടതാണ്. ഇത്രയും വലിയ തുക എങ്ങോട്ട് വന്ന് എങ്ങോട്ട് പോയി എന്നൊക്കെ. അപ്പോൾ ഈ വേറൊരു രസം എന്താണെന്ന് വെച്ചാൽ ഇവർ നമ്മുടെ ലാഭത്തിൽ നിന്ന് എടുത്തിട്ടാണ് വിതരണം ചെയ്യുന്നത് എന്നാണല്ലോ പറഞ്ഞ് പ്രചരിപ്പിക്കുന്നത്. ഇവരുടെ ഓഡിറ്റഡ് ബാലൻസ് ഷീറ്റ് എന്നത് ഇത് ROCയിൽ നിന്ന് കിട്ടിയതാണ്. ഇവർ തന്നെ അവിടെ സമർപ്പിച്ചതാണ്. 2020-21 ഫിനാൻഷ്യൽ ഇയറിലെയാണ്. 2020 ഇവരുടെ കമ്പനി ഉണ്ടാക്കിയ നഷ്ടം, ലാഭമല്ല നഷ്ടം, 13,03,171 രൂപ നഷ്ടത്തിലാണ് 2020 കമ്പനി ഉള്ളത്. മറ്റൊന്ന് 2021 നഷ്ടം 36,85,801 രൂപയാണ്. 2020 13 ലക്ഷവും 2021 36 ലക്ഷം രൂപ നഷ്ടത്തിലാണ് ഇവരുടെ കമ്പനി ഉള്ളത്. ഇവരുടെ ഇങ്ങനെ നഷ്ടത്തിലോടുന്ന കമ്പനിയാണ് ഈ ആളുകളെ ലാഭം കൊടുക്കുന്നു എന്ന് പറഞ്ഞ് പ്രചരിപ്പിക്കുന്നത്. ഈ നിക്ഷേപം സ്വീകരിക്കാൻ പറ്റില്ല എന്നത് ആദ്യത്തെ കാര്യമാണ്. രണ്ടാമത് ഇവരുടെ മറ്റൊരു നോണം. അപ്പോൾ ഈ പൈസ എങ്ങനെ കൊടുക്കുന്നു? അത് PCMC ആക്ടിൻ്റെ മണി ചെയിൻ നിരോധന നിയമത്തിൻ്റെ ലംഘനമാണ്. ഈ ആളുകളുടെ കയ്യിൽ നിന്ന് കിട്ടുന്ന പൈസ റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ വന്നാലും ബെഡ്സ് ആക്ടിൻ്റെ പരിധിയിൽ വരും. അതായത് ഒരു കമ്പനി ആളുകളുടെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിച്ചിട്ട് അത് പാർട്ട്നേഴ്സിൻ്റെ കയ്യിൽ നിന്നായാൽ പോലും കുറച്ച് പാർട്ട്നേഴ്സിനെ ഉണ്ടാക്കിയിട്ട് LLP കമ്പനി ആണെങ്കിൽ അത് ആ പാർട്ട്നേഴ്സിൻ്റെ പൈസ വെച്ചിട്ട് റൊട്ടേറ്റ് ചെയ്തെടുക്കുകയാണെങ്കിൽ പോലും ആ കമ്പനി ബെഡ്സ് ആക്ടിൻ്റെ പരിധിയിൽ വരും. മണി ചെയിൻ നിയമലംഘനം നടത്തുന്ന കമ്പനികളും ബെഡ്സ് ആക്ടിൻ്റെ പരിധിയിൽ വരും. അങ്ങനെ നോക്കിയാൽ പോലും ഈ കമ്പനി ബെഡ്സ് ആക്ടിൻ്റെ പരിധിയിൽ വരും. വിവിധ തരം ലോക്കുകളാണ് ഇതിന് വീണിട്ടുള്ളത്. അപ്പോൾ ഈ കമ്പനിയുടെ ഓഡിറ്റഡ് ബാലൻസ് ഷീറ്റ് നോക്കിയാൽ പോലും ഒരാൾക്ക് ഇവർ നടത്തുന്നത് മണി ചെയിൻ നിയമത്തിൻ്റെ ലംഘനം കൂടിയാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കയ്യിലുള്ള പൈസ നമ്മൾ സമ്മതിക്കാതെ വേറൊരാൾക്കും കൊണ്ടുപോകാൻ പറ്റില്ല. നമ്മൾ ബേസിക് കാര്യങ്ങൾ, പ്രാഥമികമായ കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് വളരെയധികം നിർബന്ധമാണ്. ഇങ്ങനെയുള്ള ഒരുപാട് യൂട്യൂബേഴ്സ് എല്ലാം നിങ്ങളെ പറഞ്ഞു പറ്റിക്കാൻ വേണ്ടിയിട്ട് വരും. പക്ഷേ നഷ്ടം നിങ്ങൾക്ക് മാത്രമായിരിക്കും. ഇവർ വിവരമുള്ളവരാണ്. അവരുടെ കയ്യിൽ നിന്ന് 10 പൈസ അവർ ചിലപ്പോൾ ഇടില്ല. ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിക്ക് ഇന്ത്യയിൽ ഡെപ്പോസിറ്റ് സ്വീകരിക്കാൻ അതിനവർ എന്ത് പേരിട്ടാലും, ഞാൻ വീണ്ടും എടുത്ത് പറയുന്നത് ഡെപ്പോസിറ്റ് എന്ന് പറഞ്ഞിട്ടായിരിക്കില്ല ഇതുപോലെ തട്ടിപ്പുകാർ വരിക. ഇപ്പോൾ ഇതൊരു സാധ്യതയാണ്. നമ്മുടെ ഡെപ്പോസിറ്റ് എന്നത് ഒരു സാധ്യതയാണ്. നമ്മുടെ അഡ്വാൻസ് എന്നത് ഒരു സാധ്യതയാണ്. നമ്മുടെ സേഫ് ആൻഡ് സ്ട്രോങ് പ്രതാപ് റാണ വന്നത് പാർട്ട്ണർഷിപ്പ് ഡീഡും കൊണ്ടായിരുന്നു. എന്ത് പേരിട്ട് വിളിച്ചു കഴിഞ്ഞാലും പൈസ നിശ്ചിത തുക തിരിച്ചു തരാമെന്ന് പറഞ്ഞിട്ട്, ഒരു ഫിക്സഡ് എമൗണ്ട് തിരിച്ചു തരാം അല്ലെങ്കിൽ നിശ്ചിത പീരീഡിനുള്ളിൽ തരാമെന്നൊക്കെ പറഞ്ഞിട്ട് വന്നാൽ അത് അനധികൃത നിക്ഷേപമാണ് എന്ന് തിരിച്ചറിയാനുള്ള സാമാന്യ ബോധം നമുക്ക് ഉണ്ടായിരിക്കണം. ഇങ്ങനെയുള്ള ഇവനെപ്പോലെയുള്ള സാമൂഹിക ദ്രോഹികൾ പ്രചരിപ്പിക്കുന്നതിൽ നിന്ന് കേട്ട് വിശ്വസിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കുട്ടികൾക്ക് അരി വാങ്ങിക്കേണ്ട പൈസ ഇങ്ങനെയുള്ള പ്രതാപന്മാർ ജയിലിൽ നിന്ന് ഇറങ്ങിക്കൊണ്ടുപോകുമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. ശരി പ്രിയപ്പെട്ടവരെ, മറ്റൊരു വീഡിയോയുമായി വരാം.